പൊതുവെ ചായപ്രേമികളാണ് മലയാളികൾ. ദിവസം ഒന്നോ രണ്ടോ ചായ കുടിക്കാത്തവർ വളരെ കുറവായിരിക്കും. മായം കലർന്ന ചായപ്പൊടി പിടികൂടിയെന്ന വാർത്തകൾ ദിവസവും കേൾക്കുന്നുണ്ട്. പതിവായി കുടിക്കുന്ന ചായപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടെങ്കിൽ അത് മതി നിങ്ങളെ ഒരു രോഗിയാക്കാൻ. എന്നാൽ എളുപ്പത്തിലുള്ള ചില പരിശോധനകൾ വഴി ചായപ്പൊടിയിലെ മായം നമുക്ക് വളരെ വേഗം കണ്ടെത്താനാവും. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിറ്റ്മസ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു ലിറ്റ്മസ് പേപ്പറിൽ കുറച്ച് ചായപ്പൊടി എടുത്ത ശേഷം അതിലേക്ക് 3-4 തുള്ളി വെള്ളം ഒഴിക്കുക. കുറച്ചു സമയം കാത്തിരുന്ന ശേഷം ചായപ്പൊടി ലിറ്റ്മസ് പേപ്പറിൽ നിന്ന് മാറ്റുക. ചായപ്പൊടിയിൽ മായം ഒന്നും കലർന്നിട്ടില്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പറിൽ വളരെ നേരിയ അളവിൽ നിറം പിടിച്ചിട്ടുണ്ടാകും. മായം കലർന്നതാണെങ്കിൽ കറ പോലെ ഇരുണ്ട നിറം പടർന്നിട്ടുമുണ്ടാകും. മറ്റൊന്നാണ് നിറം നോക്കിയിട്ട് മായം കണ്ടെത്താവുന്നതാണ്. ചായപ്പൊടി അല്പം എടുത്ത് നനഞ്ഞ വെളുത്ത കടലാസിൽ വിതറിയിടുക. അല്പം കഴിഞ്ഞ് നോക്കിയാൽ കടലാസിൽ മഞ്ഞ, പിങ്ക്, ചുവപ്പ് എന്നീ നിറങ്ങൾ കാണുകയാണെങ്കിൽ ഇത് മായം കലർന്ന ചായപ്പൊടിയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതുപോലെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് ഗ്ലാസ്സിൽ വെള്ളം നിറച്ച ശേഷം അതിൽ തേയില ചെറുതായിട്ട് ഇടുക. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം വെള്ളത്തിന് മുകളിൽ നിൽക്കുകയും തുടർന്ന് തേയില ഗ്ലാസിൻ്റെ താഴെ എത്തുകയും ചെയ്യുന്നതാണ്. പച്ചവെള്ളത്തിൽ ചായപ്പൊടി ചേർക്കുമ്പോൾ നിറം പെട്ടെന്ന് പടരുന്നുണ്ടെങ്കിലും മായം കലർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ചായപ്പൊടിയിൽ മായമുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള പ്രാഥമിക പരിശോധനകളാണ്. ശാസ്ത്രീയ പരിശോധനയിൽ മാത്രമാണ് ഏത് രാസവസ്തു അത് എത്ര അളവിൽ ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി ലബോറട്ടറികളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ്. ഈ മേൽ പറഞ്ഞ ഇത്തരം സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റിലൂടെ തന്നെ ചായപ്പൊടിയിൽ മായം ചേർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ചായപ്പൊടി വാങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.